അപ്പൊ തുടങ്ങാം. താങ്കളൊരു ദൈവവിശ്വാസിയാണ്, പക്ഷെ മതവിശ്വാസിയല്ല എന്ന രീതിയിൽ താങ്കൾ സംസാരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ദൈവം സഹായിച്ചിട്ടുണ്ടോ യാത്രയിൽ എപ്പോഴെങ്കിലും ഒക്കെ? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ ദൈവം എന്ന് പറയുമ്പോൾ ഈ പല മനുഷ്യർക്കും പലതാണ് മനസ്സിൽ വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ ദൈവം എന്ന് പറയുമ്പോൾ വരുന്നൊരു ഇമേജ് ആയിരിക്കില്ല എൻ്റെ മനസ്സിൽ വരുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഡെഫിനേഷൻസ് വ്യത്യാസം ഉണ്ടാവും, അതാണ് വ്യത്യാസം. 100% ഞാൻ യോജിക്കുന്നു. താങ്കൾ ഒരു ദൈവത്തെ വരച്ചാൽ എന്ത് രൂപം കൊടുക്കുവാന്? ഞാൻ വരയ്ക്കില്ല, വരയ്ക്കാൻ ശ്രമിക്കില്ല. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റില്ല. എന്തൊരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. പേടിയാണ്? പേടിയായിട്ടില്ല, വരയ്ക്കാൻ കഴിയില്ല, അതാണ് കാര്യം. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്ത് താങ്കൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന പോസിറ്റീവായ കാര്യം എന്താണ്? ഏതാണ് പോസിറ്റീവായ കാര്യം എന്താണ്? നിങ്ങൾ എൻ്റെ കൂടെ ഈ പരിപാടി കഴിഞ്ഞൊന്ന് ഇറങ്ങി വന്നാൽ കാണിച്ചു തരുവരെ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആരംഭത്തിൽ അപമാനം. ഡിവോഷണൽ ചാനലുകളും ഒരു പരസ്യമില്ലാതെ ഓടുന്നത്. അവർക്ക് ഫണ്ടിങ് ഉണ്ടല്ലോ. അതെ, ഇപ്പം എനിക്കും ഫണ്ടിങ് ഉണ്ട്, അത് ഞാൻ തന്നെ പണിയെടുത്തുണ്ടാക്കുന്ന ഫണ്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഈ യാത്രയൊക്കെ മതിയാക്കൂ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്വയം തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ഞാൻ പറഞ്ഞല്ലോ, കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യുമ്പോൾ അതെനിക്ക് എത്ര പ്രായമായാലും പ്രായമാകുന്ന വരെ ഞാൻ ഉണ്ടെങ്കിൽ ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാകുന്നത്? ഏതാ? എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാകുന്നത്? എനിക്ക് പ്രായമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ട് പ്രായമുള്ള ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടത്. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. പല കാരണങ്ങളുണ്ടല്ലോ ഒരാൾ ചെറുപ്പമാകാൻ. ആ കാരണങ്ങൾ വെച്ച് നോക്കിയാൽ ഞാൻ താങ്കളെക്കാൾ വളരെ ചെറുപ്പമാണ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. ഞാൻ സാധാരണഗതിയിൽ ക്ഷോഭിക്കുന്നത് ആ റേഞ്ചിലുള്ള ആളുകളുമായിട്ടായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ക്ഷോഭിക്കില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങര ആരുടെ തോന്നലാണ്? സ്വയം തോന്നുന്നത് എന്താണ്? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സാറിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോർമലായ ഒന്നൊരു സംശയം. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും ഇട്ടങ്ങോട്ട് ഒരു കയ്യബദ്ധം കുറച്ചുകൂടെ അലമ്പ് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ സാർ ഈ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലുള്ള ഉത്തരങ്ങൾ കുറെ നൽകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. എനിക്ക് ആ സ്വാഭാവികത അത്ര ഫീൽ ചെയ്തില്ല. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ചോദ്യം വേണ്ടത്ര അലമ്പായില്ല എന്നൊരു അല്ലേ ഒരു നിലവാരം ഇച്ചിരി കൂടിപ്പോയി എന്നുള്ളതാണ്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. അത് ശ്രീ എബ്രഹാം മാത്യുവിൻ്റെ നിലവാരം അതായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. അത് കേട്ടാ മതി. ശരിക്കും എൻ്റെ നിലവാരം അതല്ല. കുട്ടിയും പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി.